അട്ടപ്പാടിയിലെ ആ ഒരു വലിയ ദൈവാനുഭവത്തിന് ശേഷം കുറേ കാലം കൊണ്ട് നമ്മൾ വീണ്ടും പഴയ ആളായിട്ട് പതുക്കെ പതുക്കെ അങ്ങ് ഡെവലപ്പ് ചെയ്ത് മാറി. പ്രാർത്ഥന ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയുണ്ട്. വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിശ്വാസമുണ്ട്. ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. ഇല്ലേന്ന് ചോദിച്ചാൽ ഒന്ന് സംശയിക്കുന്ന ഒരു മട്ടിലേക്ക് അങ്ങ് മാറിപ്പോയി. അവിടെ വീണ്ടും പ്രശ്നമായി. ഞാനും ജെറിയും കൂടെ ഇടയ്ക്ക് ആലപ്പുഴയിലെ ജെറിയുടെ വീട്ടിൽ പോയിരുന്നത് ഈസ്റ്ററിനല്ലേ, ദുഃഖവെള്ളിയാഴ്ച ഈസ്റ്ററും ഒക്കെ കൂടെ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അവിടെ വെച്ച് പെട്ടെന്ന് പള്ളിയിൽ പോയിട്ട് തിരിച്ച് ഞാനിങ്ങനെ ഇടയ്ക്ക് പോകുന്നു. കാരണം വൊമിറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി. പിന്നെ ഛർദിലങ്ങ് തുടങ്ങി. ബാക്കി നീ തന്നെ പറഞ്ഞു. എൻ്റെ പള്ളിയിൽ പോയിട്ട് ഞാൻ വരുമ്പോഴത്തേക്ക് ടോമേട്ടൻ വന്ന് കിടക്കുക. അപ്പം ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ പറഞ്ഞ് അമ്മച്ചി പറഞ്ഞ് ഇപ്പം 2 തവണ ഛർദ്ദിച്ച് എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ പറഞ്ഞു എന്നാൽ ഇനിയിപ്പം അപ്പോൾ 8:30-9 മണിയായി പള്ളിയിൽ നിന്ന് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക്. അപ്പം മൂത്ത ബ്രദർ വന്ന് കുവൈറ്റിലുണ്ടായിരുന്ന ബ്രദർ വന്നത് കൊണ്ട് പറഞ്ഞു അപ്പോഴത്തേക്ക് അല്ലെ നാളെ രാവിലെ പോകാം എന്ന് പറഞ്ഞ് അങ്ങനെ രാത്രി നോക്കി ഇനി എന്തെങ്കിലും മാറുമായിരിക്കും എന്നും പറഞ്ഞു. പിറ്റേ ദിവസം ആയപ്പോഴും ഒട്ടും കുറയാതെ വന്നപ്പോഴത്തേക്ക് ഡീഹൈഡ്രേഷൻ ആയിപ്പോയി. കാരണം വൊമിറ്റിങ്ങും ലൂസ് മോഷനും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ടോമേട്ടൻ പിന്നെയും വീക്കായി. പിന്നെ വേഗം വന്ന് ഡോക്ടറിനെ ഫോൺ ചെയ്ത് ചോദിച്ചു. അപ്പോഴത്തേക്ക് പറഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇങ്ങ് പോരെ വന്ന് അഡ്മിറ്റ് ആയിക്കോ എന്ന് പറഞ്ഞ്. അങ്ങനെ പെട്ടെന്ന് അവിടെ നിന്ന് പോന്നു. ഞങ്ങളിവിടെ പിന്നെയും വന്ന് എറണാകുളത്ത് ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആയപ്പോഴത്തേക്കും ഇതുപോലെ ടോമേട്ടൻ പിന്നെയും, കാരണം ബിൽറൂമിൻ അന്ന് 16 ആയിരുന്നെങ്കിൽ ഇത്തവണ നോക്കിയപ്പോഴത്തേക്ക് 26 ആയിട്ട് അത്രയും കൂടി. അപ്പോഴത്തേക്കും ശരിക്കും മഞ്ഞപ്പിത്തം കൂടി എന്ന് പറഞ്ഞാൽ ടോമേട്ടൻ്റെ സ്കിൻ പോലും യെല്ലോ നിറമായി. കണ്ണൊക്കെ ശരിക്കും നാരങ്ങയുടെ മഞ്ഞയായി, അതുപോലെയായി. അപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പം ഈ അവസ്ഥയിൽ നമുക്ക് നോക്കാം, 2 ദിവസം മെഡിസിൻ കൊടുത്ത് നോക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ 2 ദിവസം ICUയിൽ തന്നെ കിടന്ന് മെഡിസിൻ കൊടുത്തിട്ട് ബോഡി അതൊന്നും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ പറഞ്ഞ് ഇനിയും വെച്ചുകൊണ്ടിരിക്കേണ്ട, കാരണം ലിവർ ട്രാൻസ്പ്ലാന്റ് അല്ലാതെ, കാരണം ലിവർ അന്ന് മുതലേ ഡാമേജ് ആണ്, ഒട്ടുമില്ല. പിന്നെ ഇത്രയും നാൾ അങ്ങനെ എന്തോ ഇങ്ങനെ പോയെന്നേ ഉള്ളൂ. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരാഴ്ചക്കുള്ളിൽ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ തയ്യാറെടുത്തോ എന്ന് പറഞ്ഞു. പെട്ടെന്ന് നമുക്കത് കേട്ടപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം കുറേ 10-33 ലക്ഷം രൂപ ഒരാഴ്ചക്കുള്ളിൽ ഉണ്ടാക്കാന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോമേട്ടൻ്റെ സഹോദരങ്ങളെല്ലാം വന്ന് കണ്ട്, ഒരു ബ്രദർ വന്ന് കണ്ടിട്ട് പോയി, വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങി. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് ബ്രദർ ബ്ലഡ് വൊമിറ്റ് ചെയ്ത് സെയിം ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റാക്കി ടോമേട്ടൻ്റെ അവിടെ. അപ്പോൾ 2 പേരും ICUയിൽ, അതും ക്രിട്ടിക്കൽ സ്റ്റേജ്. ടോമേട്ടന് ഏറ്റവും ക്രിട്ടിക്കൽ സ്റ്റേജ്. മറ്റേ പുള്ളി അത്ര കുഴപ്പമില്ല, ബാക്കിയെല്ലാം നോർമലാണ്, ബ്ലഡ് വൊമിറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ, ബോഡി വേറെ വീക്ക് ഒന്നും അല്ലായിരുന്നു. അപ്പോഴത്തേക്ക് ടോമേട്ടൻ്റെ ഡോക്ടർ 2 പേരും ഒരേ ഡോക്ടർ തന്നെയായിരുന്നു. ഡോക്ടർ പറഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് ടോമേട്ടൻ്റെ കാര്യത്തിൽ ഇത് ട്രാൻസ്പ്ലാന്റ് അല്ലാതെ വേറെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും. അങ്ങനെ അപ്പം പിന്നെ ഡോണർ വേറെ നമ്മൾ തിരക്കി നടക്കാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഡോണറാകാനായിട്ട് എൻ്റെ എല്ലാം ഞാൻ പറഞ്ഞു ഞാൻ തയ്യാറാണ് ഡോക്ടറെ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ പറഞ്ഞു എൻ്റെ എല്ലാം ഇപ്പോൾ ടെസ്റ്റ് ചെയ്യണം, മാച്ച് ആവുമോ എന്ന് നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ ഉടനെ വേറൊരു വലിയ ഹോസ്പിറ്റലിലേക്ക്, ഏറ്റവും ഇതായിട്ടുള്ള ഹോസ്പിറ്റൽ, ലിവർ ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ട് ഞങ്ങളെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത്. അനുജൻ അപ്പോഴും ICUയിൽ തന്നെയായിരുന്നു. അപ്പോഴത്തേക്ക് ചെന്ന് പോരുന്ന സമയത്തും ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു അനിയൻ്റെ കാര്യത്തിൽ പേടിക്കാനൊന്നുമില്ല, പുള്ളി ഓക്കെയാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിങ്ങ് ഇവിടെ വന്ന് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് ടോമേട്ടൻ അറിഞ്ഞില്ല. എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞ് വേറുള്ളവരെ വിളിച്ചിട്ട് പറഞ്ഞ് അനുജൻ രാവിലെ 8 മണിയായപ്പോഴത്തേക്കും മരിച്ചു. അതും കൂടെ കേട്ടപ്പോഴത്തേക്ക് എൻ്റെ ഉള്ള ജീവനും കൂടെ പോയി. കാരണം ഇത്രയും നാളും പിടിച്ചു നിന്ന് ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷെ
ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന എന്നെ ആശ്വസിപ്പിച്ച അനുജൻ വീട്ടിൽ പോയി പെട്ടെന്ന് ബ്ലഡ് ഒമിറ്റ് ചെയ്തതേ മരിച്ചു എന്ന് കണ്ടപ്പോഴത്തേക്ക് തകർന്നു പോയി. ടോമിൻ്റെ മുമ്പിൽ വെച്ച് കരയാതെ പിടിച്ചു നിന്ന് എന്നിട്ട് ടോയ്ലറ്റിൽ പോയി കർത്താവിൻ്റെ മുഖത്തോട് എൻ്റെ മുഖം ചേർത്ത് വെച്ച് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, ഈശോയെ ടോമിന് കുഴപ്പമൊന്നും ഉണ്ടാകരുതേ, ടോമിന് ജീവൻ തിരിച്ചു തരണം. ഈ അനുജന്റെ കാര്യം ഞാൻ അറിയുന്നതേ ഇല്ല. പലരും വിചാരിച്ചു ഇത് ഞാനായിരിക്കും എന്ന് വിചാരിച്ചു. അനുജൻ മരിച്ചെന്ന് കേട്ടിട്ടാ എല്ലാരും ചോദിക്കുന്നത്. വിശ്വാസമില്ലാതെ ഞാനായിരിക്കും, ഞാനാണല്ലോ ഇത്രയും കാലമായിട്ട് ആശുപത്രിയിലും ഇതൊക്കെ ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് കിടക്കുന്ന ആള്. അങ്ങനെ തെറ്റിദ്ധരിച്ച ഒരു ഒത്തിരിയാണ്. പടം ഇട്ടപ്പോൾ അവർക്ക് മാറിപ്പോയതായിരിക്കും അത് ചേട്ടനാണ് എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അതിനിടയ്ക്ക് ഒരു ദിവസം ഭയങ്കര ഷിവറിങ്, ഈ കട്ടിലടക്കം കിടന്ന് കുലുങ്ങുന്ന രീതിയിൽ ഭയങ്കര ഷിവറിങ്. അപ്പോൾ അവിടെ സീനിയർ ഡോക്ടേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു ജൂനിയർ ഡോക്ടറാണ് വന്നത്. ഞാൻ പറഞ്ഞു പാരസെറ്റമോൾ ഇഞ്ചക്ഷൻ എടുക്കാം. ഞാൻ പറഞ്ഞു പാരസെറ്റമോൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ ഡോക്ടറെ, കാരണം ഇത് ചെയ്യരുതെന്നാണ് മറ്റുള്ളവർ പറഞ്ഞിരിക്കുന്നത് ആദ്യം മുതലേ എന്ന് പറഞ്ഞു. പുള്ളി അന്ന് മൈൻഡ് ചെയ്യില്ല, ചെറിയൊരു ഡോസും ഉള്ളു, അതുകൊണ്ടൊന്നും വരാനില്ല, ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തു കഴിഞ്ഞൊരു ബ്ലീഡിങ് അങ്ങ് തുടങ്ങി. കിടക്കെ കിടന്നിട്ട് ഈ കട്ടിൽ മുഴുവൻ ഇങ്ങനെ പാഡ് വയ്ക്കും, വെച്ച് നനയും, ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിറ്റേ ദിവസം രാവിലെ വന്നപ്പോൾ എഴുന്നേക്കാൻ പോലും മേലെ. 5 കിലോ ഭാരം ഒറ്റ ദിവസം ഉച്ച കഴിഞ്ഞ് മുതൽ പിറ്റേന്ന് പുലർച്ചെ വരെ കൊണ്ട് പോയി കഴിഞ്ഞു. ഇത്രയും ബ്ലഡ് പോയി കഴിഞ്ഞു. ഇതൊക്കെ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവം, എന്തോ എനിക്ക് സംഭവിക്കാൻ പോകുന്ന അത്രയ്ക്ക് ഞാൻ വീക്കാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ വേഗം അങ്കിളിനെ വിളിച്ചു. അങ്കിളിന് ഇപ്പോൾ തന്നെ വന്നേക്കാന്ന് പറഞ്ഞ് ഫോൺ വെച്ച്. അപ്പോഴത്തേക്ക് ടൊമൻ്റെ ഈ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഡോക്ടേഴ്സും നഴ്സുമാരും എല്ലാം വന്ന് ECG നോക്കുന്ന എല്ലാം ബെഡൊക്കെ തന്നെ കൊണ്ടുവന്ന് വെക്കാം, അതുപോലെ മെഷീൻസ് എല്ലാം. ടൊമൻ്റെ ദേഹത്ത് മുഴുവനും വയറൊക്കെ ചുറ്റിപ്പിടിപ്പിച്ച് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുക. അനുജൻ മരിച്ച് അവിടെ അടക്കം നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഞാൻ മാത്രമല്ലേ അറിയുന്നുള്ളൂ. ഞാനിങ്ങനെ ആ യേശുനാമത്തിൻ്റെ ശക്തി എന്നും പറഞ്ഞൊരു അട്ടപ്പാടിയിൽ നിന്ന് കിട്ടിയ ഒരു ബുക്കുണ്ട്. ആ ബുക്കിൻ്റെ പ്രെയർ വെച്ച് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ടോമൻ്റെ വീട്ടുകാരും ഇനി അടുത്തത് ടോമൻ്റെ ബോഡി കൊണ്ടുവരുന്നത് കാത്തിരിക്കുക. ഒരാളും ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന ഒരാളാണ് ഇത് ലിവർ സിറോസിസ് ആയിട്ട് മരിച്ചത്. അപ്പം ഡോക്ടർ തന്നെ പറഞ്ഞ് എപ്പോൾ സംഭവിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ടോമൻ്റെ ബ്രദേഴ്സിനെ വിട്ടത്. അതുകൊണ്ട് അവർ ആ ഒരു ഇത് പ്രതീക്ഷിച്ചാണ് അവിടെ നിൽക്കുന്നത്. ഏത് നിമിഷവും ടോമേട്ടിന് എന്തെങ്കിലും സംഭവിക്കാം എന്നുള്ളത് കൊണ്ട്. അപ്പോഴത്തേക്ക് എൻ്റെ ബാംഗ്ലൂരിലുള്ള ഒരു ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞടി, സങ്കീർത്തനം 119:17 ഞാൻ മരിക്കുകയില്ല ജീവിക്കും, ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും എന്നൊരു വചനമുണ്ട്. ആ വചനം നീ ടോമിൻ്റെ എവിടെയെങ്കിലും ഒരു പേപ്പർ എടുത്തിട്ട് നീ എഴുതി വെക്കുക. എനിക്കൊരു പേപ്പറും കാണുന്നില്ല നോക്കിയിട്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഞാൻ രാവിലെ ചായ കുടിച്ചപ്പോൾ കിട്ടിയ ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ടായിരുന്നു. ആ പേപ്പറിൽ ഞാൻ അത് പേന വെച്ച് ആ ടിഷ്യൂ എഴുതുമ്പോഴത്തേക്ക് കീറി പോകുന്നുണ്ടായിരുന്നു. എന്നാലും ഞാൻ അത് വെച്ച് അതിൽ വെച്ച് ഞാൻ ഈ വചനം എഴുതിയിട്ട് ടോമേട്ടൻ്റെ ലിവറിനോട് ചേർത്ത് വെച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമോ. പിന്നെ യേശുനാമത്തിൻ്റെ ശക്തി വെച്ചിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുമോ. ആ സമയത്ത് ഞങ്ങൾക്ക് നേരത്തെ പരിചയമുള്ള എല്ലാ അച്ഛന്മാരോടും വിളിച്ച് പറഞ്ഞായിരുന്നു ഞാൻ ടോമേറ്റിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും വിളിച്ച് പറഞ്ഞ്. അപ്പോൾ ആ ഒരു ധ്യാന കേന്ദ്രത്തിൽ നിന്ന് അച്ഛൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞ്, ജെറി ഞാൻ അങ്ങോട്ട് കുർബാന കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ് ആ അച്ഛാ എന്ന് പറഞ്ഞിട്ട്, കാരണം ഡോക്ടേഴ്സും നഴ്സുമാരും നിൽക്കുക ചെയ്ത് എനിക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. അതുമല്ല ആ ഒരു മാനസികാവസ്ഥയും അല്ലല്ലോ, കരഞ്ഞോണ്ടേ ഇരിക്കും. ടോമേറ്റിനാണെങ്കിൽ ബോധവും ഇല്ല. അപ്പം ഡോക്ടർ വന്നിട്ട് ചോദിച്ചാൽ അതെന്താ, ഡോക്ടേഴ്സ് എന്തെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഞാനിങ്ങനെ ടോമേറ്റിൻ്റെ തലയുടെ അവിടെ നിന്ന് ആ ബുക്ക് മാറ്റിയിട്ടേ ഇല്ല, തലയിൽ ഇങ്ങനെ വെച്ച് പ്രാർത്ഥിച്ച. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്താ അതെന്ന്. അപ്പം ഞാൻ പറഞ്ഞ് അച്ഛാ ഡോക്ടറെ ഒരു ബുക്കാന്ന് പറഞ്ഞ്, പ്രെയർ ബുക്കാന്ന് പറഞ്ഞ്. അപ്പോൾ ഡോക്ടർ എന്നെ കളിയാക്കി ചിരിച്ചു. കാരണം ഈ അവസ്ഥയിൽ നിൽക്കുന്ന ആൾ എന്ത് സംഭവിക്കാമെന്നുള്ള രീതിയിൽ നിൽക്കുന്നത് എന്നുള്ള. ഞാനതൊന്നും നോക്കിയില്ല. എൻ്റെ ഈശോയോട് പ്രാർത്ഥിച്ചാൽ കിട്ടാത്തൊന്നും ഇല്ല എന്നുള്ള ആ ബോധ്യത്തോടെ
അപ്പോഴാണ് അച്ഛൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിച്ചത് കുർബാന കൊണ്ടുവരട്ടെ. ഞാൻ ആന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്ത്. അച്ഛൻ പിന്നെ രണ്ടാമത് വിളിച്ചിട്ട് ചോദിച്ച് ചെറിയ രോഗീലേപനം കൊടുക്കണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുപോരേ അച്ഛാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വന്നേക്കാം. പഴയ അധ്യകൂദാശയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ഡോക്ടേഴ്സുമായിട്ട് അച്ഛന്മാർ സംസാരിക്കുമ്പോൾ തന്നെ അവർ പോയില്ല. അതിനു മുമ്പ് തന്നെ ടോമേറ്റിൻ്റെ ECG നോർമലായി, BP നോർമലായി. ഇത് എനിക്കും എന്താ സംഭവിച്ചതെന്നറിയില്ല, ഡോക്ടേഴ്സിനൊന്നും മനസ്സിലായില്ല, അച്ഛന്മാർക്കും അത്രയും അങ്ങോട്ട്. കാരണം സഡനായിട്ട് പരിശുദ്ധ കുർബാനയുടെ ആ ഒരു ഇതാണെന്ന് നമുക്കങ്ങ് പെട്ടെന്ന് അങ്ങോട്ട് തിരിച്ചറിയാൻ പറ്റിയില്ല. ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ. പെട്ടെന്ന് ടോമേട്ടൻ അങ്ങോട്ട് ബോഡിക്കൊക്കെ മാറ്റം വന്ന് ടോമേട്ടൻ കണ്ണ് തുറന്ന് പെട്ടെന്ന് നോർമലായി. അത് കഴിഞ്ഞ് പിന്നെ അച്ഛന്മാരൊക്കെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് പരിശുദ്ധ കുർബാനയുടെ ശക്തിയായിരുന്നു അതെന്ന്. കാരണം അതിനിടയ്ക്ക് വേറെ മെഡിസിൻ ഒന്നും കൊടുത്തില്ല. ഡോക്ടർ തന്നെ പറഞ്ഞ് നിങ്ങളൊരു പണി നാളെ ഇപ്പം നോർമലായി എല്ലാം, അതുകൊണ്ട് നിങ്ങളൊന്ന് വീട്ടിൽ പോയി ഒന്ന് എല്ലാം ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള എല്ലാ ഒരുക്കത്തോടെ വരാൻ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞിട്ട് പോരെ, കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു വന്നപ്പം. പക്ഷെ ഇപ്പം അത് കുറച്ച് ഒന്ന് റിക്കവർ ആവുന്നുണ്ടെന്ന് പറഞ്ഞ്. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് പരിശുദ്ധ കുർബാനയുടെ ശക്തിയാണ്, കർത്താവിൻ്റെ ഇടപെടലാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും ജീവിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള കർത്താവിൻ്റെ കരുണയാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ കാണത്തില്ല. ദിവ്യകാരുണ്യമായിട്ട് തന്നെ ഈശോ ടോമേട്ടനിലേക്ക് കടന്നു വന്ന് അത് ഇന്ന് വരെയാണേലും ഇന്ന് ഈ നിമിഷം വരെ ഒരു ദിവസം പോലും ദിവ്യബലി മുടക്കിയിട്ടില്ല. ഇനിയിപ്പോൾ എൻ്റെ മരണം വരെ ഞാൻ കർത്താവിനെ വിട്ട് വേറെ എങ്ങും പോകത്തില്ല. അത് ഉറച്ചിരിക്കുകയാണ്. എന്തും വരട്ടെ, എൻ്റെ കർത്താവിനെ വിട്ടിട്ടൊരു കളിയില്ല. എപ്പോഴെപ്പോഴും ശുചീകരിക്കട്ടെ. എന്തുകൊണ്ട് ടോമേറ്റോ വിശേഷം? സുഖായിരിക്കുന്നോ? ദൈവത്തിന്റെ കരുണ കൊണ്ട് അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി ആരാ എത്ര അനുഭവങ്ങളാ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോ ശിഷ്യന്മാരെ അയക്കുന്ന ഒരു ഭാഗം നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. പിശാചുകളെ ബഹിഷ്കരിക്കാനും രോഗം സൗഖ്യമാക്കുവാനും പാപമോചിക്കുവാനുമാണ് ഈശോ ശിഷ്യന്മാരെ അയച്ചത്. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ 14ാമത്തെ വർഷത്തിലാണ് ഞാൻ. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലെ വലിയൊരു സന്തോഷത്തിൻ്റെ വലിയൊരു ബാക്കിപത്രമാണ് നമ്മുടെ സ്നേഹം നിറഞ്ഞ ടോമേട്ടൻ്റെ കൂടെയുള്ള ഈ അനുഭവം. ഏകദേശം 2017 ടോമേട്ടനെ ഞാൻ ആദ്യമായി കാണുന്നത്. ടോമേട്ടനും ജെറിച്ചേച്ചിയും ഞാൻ ആശ്രം മെഡിസിറ്റിയിലെ
തീവ്ര പരിചരണ വിഭാഗത്തിൽ അത്യാസന്ന നിലയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് ഇരിക്കുന്ന ടോമേട്ടനെയാണ് ഞാൻ കാണുക. അന്ന് ഞാൻ ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിൽ ചിറ്റൂർ പള്ളിയിൽ ചാർജായിട്ട് സേവനം ചെയ്യുന്ന അവസരത്തിൽ ഒരു രോഗീലേപന ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് എന്നെ ക്ഷണിച്ചതാണ്. ഞാനങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി ഈശോയെയും കൊണ്ട് ടോമേട്ടനെ കാണാൻ പോവുകയാണ്. ഒത്തിരിയേറെ സങ്കടം തോന്നി. ടോമേട്ടൻ കരൾ രോഗത്താൽ മരണത്തോട് അടുത്ത് ഈശോമാരി യോസേപ്പെ വിളിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ ഞാനും ദൈവത്തോട് ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു. കാരണം ഒത്തിരിയേറെ സങ്കടപ്പെടുന്ന ഒരു കുടുംബം, കൊച്ചു കുഞ്ഞുങ്ങൾ. വിശുദ്ധ കുർബാന കരങ്ങളിൽ നിന്നും ടോമേട്ടൻ്റെ അതരങ്ങളിലേക്ക് ഞാൻ കൊടുത്തു. തുടർന്നും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പൂർണ്ണ ആരോഗ്യവാനാകുന്ന ഒരുവിൻ്റെ ലക്ഷണങ്ങൾ ഞാൻ കണ്ടു തുടങ്ങി. സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെ വിഷമം അനുഭവിക്കുന്ന കുടുംബമായതിനാൽ അതിനുള്ള സാധ്യതയില്ലാത്തതിനാൽ ടോമേട്ടൻ പറയുന്നുണ്ടായിരുന്നു, എനിക്കിപ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ട്, എന്നെ ദൈവം സൗഖ്യപ്പെടുത്തും, അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ ഈശോയെ കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ച് ടോമേട്ടന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ ടോമേട്ടൻ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ്. ഞാൻ കഴിഞ്ഞ ഏതാനും മാസം മുമ്പ് ചിറ്റൂരിൽ നിന്ന് സ്ഥലം മാറിപ്പോയി. പോകുന്നതിന് തൊട്ട് മുമ്പ് ടോമേട്ടൻ എൻ്റെ അടുത്ത് കരഞ്ഞ് പറഞ്ഞു, അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് സൗഖ്യമായിരുന്നു, അച്ഛൻ ഇവിടുന്ന് മാറുകയാണല്ലോ. ഞാൻ പറഞ്ഞു, ഈശോയാണ് സൗഖ്യം നൽകുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നത് മാത്രമല്ലേ ഉള്ളൂ. ഇപ്പോൾ ഈ ദിവസം ഞാൻ ടോമേട്ടനെ വീണ്ടും ചേച്ചിയോടൊപ്പം കാണുമ്പോൾ ഞാൻ ഒത്തിരിയേറെ സന്തോഷിക്കുകയാണ്. പൂർണ്ണ ആരോഗ്യവാനായി പൂർണ്ണ രോഗവിമുക്തനായി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ ടോമേട്ടനെ കാണുക. ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ് ഈശോ ടോമേട്ടനെ തൊട്ട് സൗഖ്യപ്പെടുത്തി. അതിനൊരു കാരണമായി ഞാൻ തീർന്നത് മാത്രം. ഒത്തിരിയേറെ പേരെ ദൈവം സൗഖ്യപ്പെടുത്തുന്നുണ്ട്. ഇതുപോലെ 1-2 പേർക്കും ഞാൻ രോഗിലേപന ശുശ്രൂഷ കൊടുത്തിട്ടുണ്ട്. അവർക്കും ഇതുപോലെ സൗഖ്യം ലഭിച്ചതായിട്ട് അവരൊക്കെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. പൗരോഹിത്യത്തിൻ്റെ ഏറ്റവും വലിയൊരു ദാനമായിട്ട് ഞാൻ കാണുകയാണ്. നമ്മളുടെ പ്രാർത്ഥന വഴി, നമ്മുടെ ശുശ്രൂഷ വഴി ഒത്തിരിയേറെ പേർ ഈശോയെ മഹത്വപ്പെടുത്താൻ, ആ കുടുംബം കൂടുതലായിട്ട് സൗഖ്യത്തിലേക്ക്, ദൈവത്തിലേക്ക് അടുക്കാനായിട്ട് കാരണമായി തീർന്നു എന്നുള്ളത്. ഈ കൃപാവരങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. തുടർന്നും ദൈവ മഹത്വത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പം ഞാൻ ഈ കാര്യം ഒരു അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ടോമ ഇപ്പോൾ ഞാൻ ദിവ്യബലിക്ക് പറ്റത്തില്ലല്ലോ, ആശുപത്രി കിടക്കല്ലാണ്. അപ്പോൾ ജപമാല അർപ്പിച്ച് തുടങ്ങിയ സമയത്താണ് നമുക്ക് ജപമാല പൂർത്തിയാക്കാനോ 1 മണി മുന്നോട്ട് വയ്ക്കാനോ പറ്റുന്നില്ല. അതിലിങ്ങനെ പിടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ അച്ഛന്മാർ വരുന്നത്, ഈ അത്ഭുതം നടക്കുന്നത്. അതുകൊണ്ട് മാതാവാണ് ടോമിൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് തീർത്ത് പറഞ്ഞു. ഒരു വട്ടമല അച്ഛൻ എന്ന് പറയും, ആലുവ സെമിനാരി പഠിപ്പിക്കുന്ന അച്ഛൻ. അത് ഞാനിപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. സെപ്റ്റംബർ മാസം ആയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ടോമേട്ട, പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഇടപെടലും ഈശോയുടെ കാരുണ്യവും അല്ലേ നമ്മൾ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്ന 3 വർഷമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ടോമേട്ടന് വന്നിട്ടില്ല. അപ്പം ടോമേട്ടൻ ഒന്ന് ഒരു പാട്ട് എഴുതി നോക്ക് എന്ന് പറഞ്ഞ്, അങ്ങനെ ടോമേട്ടൻ സെപ്റ്റംബർ 8-ാം തീയതി മാതാവിൻ്റെ ജന്മ തിരുനാളിന് ഒരു പാട്ട് എഴുതി. അമ്മേ, മുള്ളാൽ മുറിഞ്ഞൊരു പൂവിതളെ, നെഞ്ചകം വാളാൽ പിളർന്നൊരു വെൺപിറാവെ, വചനം മാംസമായി ഈ ഉയിർ കൊള്ളാൻ, സ്വർഗീയ പ്രീതി നിറഞ്ഞൊരു പേടകമേ. എങ്ങനെയുണ്ട് വരിയൊക്കെ? സൂപ്പറായിട്ടുണ്ട് അങ്കിൾ. ഒരുപാട് ജീവിതാനുഭവങ്ങളുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ ഒരു ലിറിക്സ് എഴുതാൻ പറ്റൂ. നമുക്ക് നോക്കാം. വരികളൊന്ന് പാടി കേൾക്കാനായിട്ട് കൊതിയുണ്ട് ശരിക്കും. ഞാൻ പാടാം അങ്കിൾ.
എടാ ജോലി ഇത് ഏതാ സ്കെയില്? എഫ് ആയിരിക്കും. എന്നാ നമുക്കൊന്ന് നോക്കാം. ഗംഭീരമായിരിക്കുന്നു. താങ്ക് യു. നന്നായിട്ടുണ്ട്. ഇന്നലെ ഫോണിലൂടെ ജോയൽ എൻ്റെ മ്യൂസിക് കേൾപ്പിച്ചപ്പോൾ ഞാൻ ഇത് ഇത്രയും നന്നാവെന്ന് വിചാരിച്ചില്ല. ഇത് കൊള്ളാമല്ലോ സംഗതി. താങ്ക് യു. നീ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നു പറഞ്ഞ്? 9th. ഏത് സ്കൂളില്? ശ്രീശങ്കർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. അതെ, എന്റെ അപ്പച്ചന്റെ പെങ്ങളുടെ മോനാ. ആ ഗുണമാണ്. മോശമാവോ? ജോയലേ, ഗംഭീരമായിട്ടുണ്ട്. തീർച്ചയായിട്ടും കർത്താവിന്റെ അനുഗ്രഹം ഉണ്ടാവും. താങ്ക് യു. റോസിമോളെ, ഇത് നമുക്ക് ആരെ കൊണ്ട് പാടിക്കുന്നത്? ഇതിന്റെ ഡെപ്ത് ഒക്കെ കേട്ടിട്ട് നമുക്ക് ദലിമ ചേച്ചിനെ കൊണ്ട് പാടിച്ചാലോ? റൈറ്റ്, അത് തന്നെ ഞാൻ ആലോചിച്ചത്. ഓ, അത് കൊള്ളാം. ട്രൈ ചെയ്ത് നോക്കാം, കിട്ടുമോ? ദലീപ കിട്ടുമോ നോക്കാം.